നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു പുതിയ വാർത്താ ദിനത്തിലേക്ക് സ്വാഗതം. മഴയാണ്, ദുരിത പെയ്ത്താണ്, എങ്ങും മഴക്കെടുതിയുടെ വാർത്തകൾ മാത്രമേ ഉള്ളൂ. ആ ഒരു പ്രതികൂലമായ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് 4 ജില്ലകളിലാണ് റെഡ് അലർട്ട് മുന്നറിയിപ്പുള്ളത്. ബാക്കി ജില്ലകളിലെല്ലാം ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പുമുണ്ട്. സംസ്ഥാനത്തൊട്ടുക്ക് ഇന്ന് അതിതീവ്ര മഴ പെയ്യുമെന്നുള്ള മുന്നറിയിപ്പാണ് നമുക്ക് മുന്നിലുള്ളത്. മത്സ്യബന്ധനത്തിന് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത്, മലയോര യാത്രകളൊക്കെയും ഒഴിവാക്കണം, മലയോര ജനത അതീവ ജാഗ്രത പാലിക്കണം തുടങ്ങിയ മുന്നറിയിപ്പുകളെല്ലാം ഇതിനകം നൽകിയിട്ടുണ്ട്. നമുക്ക് വിശദമായി ഓരോ ജില്ലയിലെയും സാഹചര്യങ്ങളൊക്കെ പരിശോധിക്കണം, മഴ മുന്നറിയിപ്പുകൾ പരിശോധിക്കണം, മഴക്കെടുതികൾ അത് എത്രത്തോളം രൂക്ഷമാണ് എന്നുള്ളതൊക്കെ പരിശോധിക്കണം. അതിനു മുമ്പ് നമുക്ക് ചുറ്റുപാടുമുള്ള മറ്റ് വാർത്തകൾ കൂടി പരിശോധിച്ചു വരാം. ആദ്യം നോക്കാം നാട്ടിലെന്തുണ്ട്. ദേശീയപാതയിൽ കാസർഗോഡ് ചെറുവത്തൂർ മട്ടലായിക്കുന്ന് ഇടിയാൻ തുടങ്ങിയതോടെ ദുരിതത്തിലായിരിക്കുകയാണ് ഇവിടുത്തെ കുടുംബങ്ങൾ. പ്രദേശത്ത് ചെളി നിറഞ്ഞതോടെ വീട് വിട്ടു പോകേണ്ട അവസ്ഥയിലാണ് ഇവിടുത്തെ താമസക്കാർ. മട്ടലായിക്കുന്നിന് സമീപമുള്ള AP രമേശന്റെ വീട്ടിലാണിത്. കുന്നിടിയൽ ഭീഷണി കാരണം ബന്ധുവീട്ടിലേക്ക് താമസം മാറിയിരിക്കുകയാണ് ഇവിടെയുള്ളവർ. മഴ തുടങ്ങിയത് മുതൽ ഇതാണ് അവസ്ഥ. കുന്നിൻ മുകളിൽ നിന്നും ദേശീയപാതയിൽ നിന്നും ഒഴുകിയെത്തുന്ന ചെളിവെള്ളം കെട്ടിക്കിടന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം. വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടാകുമോ എന്ന ഭീതി കൂടിയായതോടെ വീട് വിട്ട് പോകേണ്ടി വന്നു ഇവർക്ക്. സംവിധാനം ഉണ്ടാക്കേണ്ടി വരുന്നു. ഇവരിങ്ങനെ റോഡാക്കി പോലാണ്. മറ്റുള്ള ആരും സമീപിച്ച് നോക്കുന്നില്ല. കളക്ടറായി ആരായി ഇത് വന്ന് നോക്കണ്ടേ? എന്തൊരു ഇതാണിത്. നാട് വികസനം എന്ന് പറഞ്ഞിട്ട് ഒരാളെ കുടിയൊഴിപ്പിക്കുന്ന പരിപാടിയായി. ദേശീയപാത നിർമ്മാണം തുടങ്ങിയത് മുതൽ വലിയ ദുരിതമാണ് കുടുംബങ്ങൾക്ക്. ഓരോ വർഷവും മഴക്കാലം കഴിയുമ്പോൾ കൂലിക്കാളെ വെച്ച് വീടും പരിസരവും വൃത്തിയാക്കി വേണം താമസം പുനരാരംഭിക്കാൻ. നിർമ്മാണ കമ്പനി ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ വർഷം തന്നെ നേരിട്ട് കണ്ട് കാര്യം അറിയിച്ചു. പരിഹാരമുണ്ടായില്ല. വലിയ തോതിൽ മണ്ണെടുത്ത് കുന്നിന്റെ ഘടനയിൽ തന്നെ മാറ്റം വന്നതോടെ വലിയ ദുരന്തം മുന്നിൽ കണ്ട് ജീവിക്കേണ്ട ഗതികേടിലാണിവർ. ന്യൂസ് 18 ചെറുവത്തൂർ. ഇന്നലെ പെയ്ത മഴയിലും കാറ്റിലും ഒക്കെ വലിയ നാശനഷ്ടങ്ങളാണ് പല സ്ഥലങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പല വലിയ അപകടങ്ങളും തലനാരിഴയ്ക്ക് ഒഴിവായിപ്പോയ വാർത്തയൊക്കെ നമ്മൾ ഇന്നലെ മുതൽ കാണുന്നുണ്ട്. അത്തരത്തിലൊരു വാർത്തയിലേക്കാണ്. മരവും വൈദ്യുതി പോസ്റ്റുകളും ഒടിഞ്ഞു വീണുള്ള അപകടത്തിൽ നിന്ന് കരുനാഗപ്പള്ളി MLA CR മഹേഷ് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. കൊല്ലം കരുനാഗപ്പള്ളിയിലാണ് CR മഹേഷ് MLAയുടെ വാഹനത്തിന് മുന്നിലും പിന്നിലുമായി മരവും വൈദ്യുതി പോസ്റ്റുകളും ഒടിഞ്ഞു വീണത്. മരം ഒടിഞ്ഞ് വൈദ്യുതി ലൈനിലേക്ക് വീണതോടെ പോസ്റ്റുകളും ഒടിയുകയായിരുന്നു. കുടുംബയോഗത്തിൽ പങ്കെടുത്ത് MLA മടങ്ങും വഴിയായിരുന്നു സംഭവം. പാലക്കാട് നെല്ലിയാമ്പതി തുത്തൻപാറയിൽ മഴയിൽ മരം കടപുഴകി. ഇതോടെ സഞ്ചാരികൾ വഴിയിൽ മണിക്കൂറുകളോളം കുടുങ്ങി. 5 അംഗ സംഘമാണ് വനമേഖലയിൽ കുടുങ്ങിയത്. മരം മുറിച്ചു മാറ്റുക ശ്രമകരമായതിനാൽ വനംവകുപ്പ് അധികൃതരുടെ നേതൃത്വത്തിൽ തൊട്ടടുത്ത KFDC ഓഫീസിലേക്ക് സഞ്ചാരികളെ താൽക്കാലികമായി മാറ്റിയിരിക്കുകയാണ്. പാലക്കാട് തിരുവേഗപ്പുറ മുത്തിക്കയം റെഗുലേറ്ററിലെ മണ്ണ് നീക്കത്തിൽ ആശങ്കയിലാണ് നാട്ടുകാർ. ഇതുവഴി കൃത്രിമ കയം രൂപപ്പെടുമെന്നും നിർമ്മാണത്തിലെ അപാകത മറച്ചുവെക്കാനാണ് ശ്രമമെന്നുമാണ് നാട്ടുകാരുടെ ആരോപണം. തിരുവേഗപ്പുറ മൂർക്കനാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് തൂതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചതാണ് മുതിക്കയം റെഗുലേറ്റർ. ഇവിടെ അടിഞ്ഞുകൂടിയ മണ്ണും മണലും നീക്കം ചെയ്യുന്നത് തുടരുകയാണ്. തുറമുഖ സർവേ വിഭാഗം പുഴയിൽ പരിശോധന നടത്തി. പുഴയിലെ മണലിന്റെയും മറ്റ് സാങ്കേതിക കാര്യങ്ങളും പരിശോധിക്കുകയാണ് സർവേയിലൂടെ. റെഗുലേറ്ററിന്റെ മുകൾ ഭാഗത്ത് 1 കിലോമീറ്ററിലും താഴെ 1/2 കിലോമീറ്ററും ദൂരത്തിലാണ് മണ്ണും മണലും നീക്കുക. മണ്ണും മണലും നീക്കുന്നത് കയം രൂപപ്പെടുത്തുമെന്ന് നാട്ടുകാർ ആശങ്കപ്പെടുന്നു. പുഴയിൽ നീരൊഴുക്ക് കൂടിയാൽ റെഗുലേറ്റർ മുങ്ങും. കനത്ത മഴയിൽ വെള്ളമുയർന്നപ്പോൾ റെഗുലേറ്ററിന് ഇരുഭാഗത്തെയും വീടുകളിലേക്ക് വെള്ളം കയറി. പദ്ധതി നിർമ്മാണത്തിലെ അപാകതകൾ മറച്ചുവെക്കാനാണ് ഇപ്പോൾ ഇത്തരമൊരു നടപടിയെന്നും ആക്ഷേപമുണ്ട്. ഞങ്ങൾ ഇതിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതികളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരിൽ നിന്നുള്ള ഒരു നല്ല സമീപനം ഉണ്ടാവും എന്നുള്ളത് ഞങ്ങൾ ആദ്യം തന്നെ ഇതിൻ്റെ പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നത് ഈ പാലം ഉയരം കൂട്ടണം എന്നുള്ളതായിരുന്നു. ഫൗണ്ടേഷൻ ഉയരം കുറച്ചത് ഉയരം കൂട്ടിയിട്ട് സ്ഥാപിക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിന് ഒരു കൃത്യമായ നടപടി ഉണ്ടായില്ല. അത് കാരണം ഞങ്ങൾ ആ പരാതി തന്നെ പറഞ്ഞു, ഇതിൻ്റെ പാലം ഇവരുടെ കണക്ക് കിഴക്കിൻ്റെ കണക്ക് പ്രകാരം മാക്സിമം ഫ്ലഡ് ലെവല് 18 മീറ്റർ, ഈ പാലത്തിൻ്റെ
അടി മുതൽക്ക് പാറ മുതൽക്ക് 18 മീറ്ററാണ് അവർ കണക്കാക്കിയിട്ടുള്ളത്. 8 പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ ലക്ഷ്യമിട്ടാണ് റെഗുലേറ്റർ സ്ഥാപിച്ചത്. നിലവിലെ അവസ്ഥയിൽ വെള്ളം സംഭരിക്കാൻ കഴിയില്ലെന്നും നാട്ടുകാർ പറയുന്നു. മഴക്കാലത്ത് പദ്ധതിക്ക് സമീപം വെള്ളപ്പൊക്ക ഭീഷണിയും നിലനിൽക്കുന്നു. 2020 നിർമ്മാണം തുടങ്ങിയ പദ്ധതിക്ക് പാരിസ്ഥിതികാഘാത പഠനം നടത്തിയില്ലെന്നും പൈലിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികളും വേണ്ട രീതിയിൽ നടത്തിയില്ലെന്നും തുടക്കം മുതൽ ആരോപണമുണ്ട്. പാലത്തിലേക്കുള്ള റോഡിന്റെ കാര്യത്തിലും ഇനിയും തീരുമാനമായിട്ടില്ല. ന്യൂസ് 18 പാലക്കാട്. ഈ മഴ ഇങ്ങനെ ശക്തമായതോടെ തീരദേശവും ആശങ്കയിലാണ്. കാസർകോട്ടെ തീരദേശവാസികൾ അതീവ ആശങ്കയിലാണ് ഇപ്പോൾ ഉള്ളത്. മിക്കയിടങ്ങളിലും കടൽഭിത്തി ഇല്ലാത്തതിനാൽ നിരവധി വീടുകൾ കടലാക്രമണ ഭീഷണി നേരിടുന്നുണ്ട്. മുൻ വർഷങ്ങളിൽ ഇവിടെ നിരവധി വീടുകൾ ഇത്തരത്തിൽ കടലെടുത്തിരുന്നു. കാലവർഷമെത്തിയതോടെ ആധിയിലാണ് കാസർകോട്ടെ തീരമേഖല. കടൽഭിത്തിയില്ലാത്തതിനാൽ ഏത് സമയവും വീടുകൾ കടലെടുക്കാം. ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് കിടപ്പാടം നഷ്ടമാകുമോ എന്ന ആശങ്കയിൽ കഴിയുന്നത്. പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന പരാതിയാണ് ഇവർക്ക്. ഈ കടൽഭിത്തി തകർന്ന് നാളെ ഈ കാലവർഷക്കെടുതി കാലത്ത് ഇവിടെ നിന്ന് കടൽ കരയിലോട്ട് കയറി കഴിഞ്ഞാൽ ഈ 50 വീട്ടുകാരും പിന്നെ തിരിച്ച് ആ വീട്ടുകളിലേക്ക് വരേണ്ടി വരുന്ന ഒരു അവസ്ഥയായിരിക്കില്ല ഉണ്ടാവുക. കാരണം അവർക്ക് അവരുടെ വീടുകൾ പോലും കാണാൻ പറ്റുമോ എന്നുള്ളത് തന്നെയാണ് സംശയമാണ്. ശക്തമായ കടലാക്രമണത്തിൽ ഭൂമി നഷ്ടപ്പെട്ടതിന് പുറമെ സ്വന്തം സ്ഥലത്തിന് നികുതി അടയ്ക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ ജനത. ഇന്നവരെ ആ നികുതി അടക്കേണ്ട കാര്യത്തിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടായില്ല. എത്ര വർഷങ്ങളായിട്ട് ഈ നാട്ടിൽ ജീവിക്കുന്നവർ 100-150 വർഷമായിട്ട് ജീവിച്ചിട്ട് നികുതി അടിച്ചുകൊണ്ട് വരുന്ന സ്ഥലത്തിനാണ് ഇപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് അടക്കാൻ പറ്റില്ല, അത് കടൽ പുറമ്പോക്ക് ഭൂമിയാണ്. കസബ, അജാനൂർ, കോയിപ്പാടി, ഉപ്പള, തൈക്കടപ്പുറം, തൃക്കണ്ണാട്, മുസോടി തുടങ്ങിയ പ്രദേശങ്ങളാണ് കടലാക്രമണ ഭീഷണി നേരിടുന്നത്. നിരവധി വീടുകൾ ഇതിനോടകം കടലെടുത്തു. കാലവർഷം ശക്തി പ്രാപിക്കുന്നതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും ബന്ധുവീടുകളിലേക്കും മാറി താമസിക്കേണ്ട ഗതികേടിലാണ് തീരദേശവാസികൾ. അജാനൂരിലെ ഹാർബർ നിർമ്മാണവും എങ്ങുമെത്താത്ത അവസ്ഥയിലാണ്. ന്യൂസ് 18 കാസർഗോഡ്. ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പലയിടത്തും മണ്ണിടിച്ചിലും പല അപകടങ്ങളും ഒക്കെ നേരിടുന്ന സാഹചര്യമാണെന്ന് നമുക്കറിയാം. കണ്ണൂർ കുപ്പത്ത് വീണ്ടും മണ്ണിടിഞ്ഞു എന്നുള്ളതാണ് വാർത്ത. രാത്രി പെയ്ത മഴയിലാണ് ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞു വീണത്. ഇത് കാരണം ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കനത്ത മഴയിൽ മലപ്പുറം കൊണ്ടോട്ടിയിൽ വൻ കൃഷിനാശം. ഓണത്തിനായി കൃഷി ഇറക്കിയ നേന്ത്രവാഴകളാണ് നിലം പതിച്ചത്. 800-ലധികം വാഴകൾ നശിച്ചതോടെ 5 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി കർഷകർ പറയുന്നു. കൊണ്ടോട്ടി നെടിയിരുപ്പിലെ ചിറയിൽ കൊളംകണ്ടം പാടത്താണ് വാഴകൃഷി ഇറക്കിയത്. ഓണത്തിന് വിളവെടുക്കാനായി നട്ടുവളർത്തിയ കൃഷിയാണ് കനത്ത മഴയിൽ നിലം പതിച്ചത്. 900 വാഴകളിൽ 800-ലധികം വാഴകളും കാറ്റിൽ നശിച്ചു. വലിയ നഷ്ടം നേരിടുന്നതായി കർഷകരായ അബ്ദുൾ മജീദും അയ്യപ്പനും പറയുന്നു. 12 കിലോ മുതൽ 17 കിലോ വരെ ഓരോ വാഴയിൽ നിന്ന് വിളവ് പ്രതീക്ഷിച്ചിരുന്നതായി കർഷകർ പറയുന്നു. ഓണവിപണിക്ക് വേണ്ടിയിട്ട് ഒരുക്കിയ വാഴയാണ്. 1000-ഓളം വാഴ ഉണ്ടായിരുന്നു. അത് ഇന്നത്തെ കാറ്റിലും മഴയിലും ഒരു 600-700 വാഴ ഒറ്റയടിക്ക് തകർന്ന് എന്നാ തോന്നുന്നത്. എത്ര എണ്ണം കിട്ടാൻ കഴിയണില്ല. അത്രത്തോളം അത് ഒരു വിഷമത്തിലാണ് ഇപ്പോൾ തകർന്ന് കിടക്കുന്നത് കാണുമ്പോൾ. അങ്ങനെ ഒരു ഭയങ്കര ഒരു ഇതിലാണ്. എന്താ പറയുക, ഞങ്ങൾ ലോണും മറ്റും മറിച്ചൊക്കെ എടുത്ത് ചെയ്ത കൃഷിയാണിത്. എന്താണ് ഇതിനെന്തൊരു ഇതെന്താണെന്നാലും ഇന്നലത്തെ കാറ്റിലും മഴയത്തും ഉണ്ടായ സംഭവമാണ്. ഇത്രത്തോളം ഭയങ്കര നഷ്ടമാണ്. സങ്കടം സഹിക്കാൻ കഴിയാതെ നിൽക്കുകയാണ്. നമ്മൾ ഓണം പ്രമാണിച്ചുള്ള ഉണ്ടാക്കിയ വാഴയിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് എത്ര 300 മീറ്റർ അകലത്തു നിന്ന് വെള്ളം കൊണ്ടുവന്ന് നനച്ചുണ്ടാക്കിയ കൃഷിയാണ്. അതുകൊണ്ട് നമ്മൾ വളരെ കഷ്ടപ്പാടിലാണ്. ലോൺ എടുത്ത് കണ്ടാണ് ഈ കൃഷി ഉണ്ടാക്കിയത്. പിന്നെ എന്താ ചെയ്ത് നമ്മളെ സ്ഥലമല്ല, പാട്ടത്തിന് വാങ്ങിയുണ്ടാക്കിയ സ്ഥലങ്ങളാണ്. ഇതിന് പാട്ടക്കൂലി കൊടുക്കാൻ തന്നെ ഇപ്പോൾ ഇത് കിട്ടൂല. ഇതിന് ഒരു കഷ്ണം പോലും നമുക്കിതിൽ നിന്ന് കിട്ടൂല. അത്രയും വിഷമത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. 2 ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് ഇവർ കൃഷി ഇറക്കിയത്. കടുത്ത വേനലിൽ ദൂരസ്ഥലങ്ങളിൽ നിന്നും വെള്ളം കൊണ്ടുവന്ന് നനച്ചാണ് കൃഷി പരിപാലിച്ചിരുന്നത്. ന്യൂസ് 18 മലപ്പുറം. ഈ ദുരിതപ്പെയ്ത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കുന്നത് കർഷകർ തന്നെയാണ്. അവർ ലോൺ എടുത്തും കഷ്ടപ്പെട്ടുമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന കൃഷിയുടെ ഒക്കെ ഒറ്റ നിമിഷം കൊണ്ടാണ് ഇല്ലാതായി പോകുന്നത്. എന്നാൽ കൃത്യമായ നഷ്ടപരിഹാരമൊക്കെ ഈ നാശം വിതയ്ക്കുന്നതോടുകൂടി ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. അപ്പോൾ ഈ കർഷകരെ സംബന്ധിച്ചിടത്തോളം 5 ലക്ഷം രൂപയാണ് ലോൺ എടുത്തത്. അത് 2 ബാങ്കിൽ നിന്നായി പാട്ടത്തിനെടുത്ത സ്ഥലമാണ്. ഇനി എന്ത് ചെയ്യും?
മുന്നിൽ ഒരു വഴിയുമില്ലാതെ ഇങ്ങനെ പകച്ചു നിൽക്കുന്ന ഒരുപാട് ജീവിതങ്ങളെ കൂടി നമുക്ക് ഈ ദുരിതപ്പെയ്ത്തിനിടയിൽ കാണാൻ കഴിയും. കനത്ത മഴയിൽ പട്ടാമ്പി നഗരത്തിലും വെള്ളം കയറി. റോഡ് നിർമ്മാണത്തിന്റെയും പൈപ്പിടൽ പ്രവൃത്തിയുടെയും ഭാഗമായി അഴുക്കുചാലുകൾ അടഞ്ഞതാണ് വെള്ളക്കെട്ടിന് കാരണമെന്നാണ് പരാതി. വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വെള്ളം കയറുന്ന അവസ്ഥയാണ്. ഗതാഗത കുരുക്കും രൂക്ഷമായതോടെ ജനങ്ങൾ വല്ലാത്ത ദുരിതത്തിലാണ്. മഴ പെയ്താൽ വലിയ വെള്ളക്കെട്ട് രൂപം കൊള്ളുന്ന അവസ്ഥയാണ് ഇപ്പോൾ പട്ടാമ്പിയിൽ. മേലെ പട്ടാമ്പി മുതൽ കൂൾ സിറ്റി ജംഗ്ഷൻ വരെയാണ് രൂക്ഷമായ വെള്ളക്കെട്ടും ചെളിക്കെട്ടുമുള്ളത്. ശക്തമായി മഴ പെയ്താൽ കൽപ്പക ജംഗ്ഷനിലെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥയാണ്. പട്ടാമ്പി ടൗണിൽ മഴ തുടങ്ങിയപ്പോൾ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടും അതിന്റെ ഭാഗമായി വ്യാപാരികളും പൊതുജനങ്ങളും ഒക്കെ ട്രാഫിക് ബ്ലോക്കും എല്ലാം കൊണ്ടും വലിയ രീതിയിലുള്ള ദുരിതമായി മാറിയിരിക്കുകയാണ്. ഈ ഒരു റോഡിന്റെ പണി മഴ തുടങ്ങുന്നത് വരെ പട്ടാമ്പി ടൗണിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അപ്രതീക്ഷിതമായി കാലവർഷം കുറച്ച് ദിവസം മുന്നേ എത്തി. മഴ തുടങ്ങിയതോടുകൂടി ചാലുകൾ അവർ പൈപ്പ് ലൈനിന്റെ വർക്ക് ആരംഭിക്കുകയും അതിന്റെ ഭാഗമായി നിലവിലുള്ള ഡ്രൈനേജുകളൊക്കെ അടഞ്ഞിരിക്കുകയാണ്. എന്തായാലും പട്ടാമ്പി ടൗണിലെ ആ കൽപ്പകയിലെ നെസ്റ്റോറിന്റെ ആ ഭാഗത്ത് നിന്ന് തുടങ്ങി ഇവിടെ കൊപ്പൻസ് മാളിന്റെ അവിടെ, അതിനുശേഷം ഇവിടെ ഈ അസാരിയ ഗോൾഡിന്റെ ഒക്കെ ഭാഗത്ത് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സമയങ്ങളിൽ വലിയ ഗതാഗതക്കുരുക്കും അനുഭവപ്പെടുന്നുണ്ട്. റോഡ് നവീകരണത്തിന്റെ ഭാഗമായുള്ള പൈപ്പിടൽ പ്രവൃത്തി നടത്തിയ ഭാഗങ്ങളിൽ വലിയ ചെളിക്കെട്ടും രൂപം കൊള്ളുന്നുണ്ട്. ഇത് വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും വ്യാപാരികൾക്കും ഒരുപോലെ ദുരിതം സൃഷ്ടിക്കുന്നു. ഇതിപ്പോ മഴയോട് കൂടിയിട്ട് ഇത് മാന്തലാണ് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നമായത്. ഇതിന് മുന്നേ വരെ കൽപ്പകട അവിടെ നിർത്തിയിട്ടുള്ള പരിപാടിയായിരുന്നത്. അത് അന്നേന്നും തുറന്നു പോവാണെന്നുണ്ടെങ്കിൽ ഈ മഴയാകുമ്പോഴേക്കും മണ്ണ് സെറ്റായിരുന്നു. ഇപ്പൊ ഈ മഴയായി ഒരു മാന്തലുമായി ഒരാൾക്ക് ഇതിനെ നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നത്. കാലവർഷം കനക്കുന്നതിന് മുമ്പ് വെള്ളക്കെട്ട് രൂപം കൊള്ളുന്ന പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് 18 പട്ടാമ്പി. കൊട്ടാരക്കരയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായ മഴയിൽ വീടിന് മുകളിൽ മരം വീണു. നഗരസഭാ കൌൺസിലർ പവിജ പത്മന്റെ വീടിന് മുകളിലേക്കാണ് മരവും തെങ്ങും വീണത്. വീട് പൂട്ടിക്കിടന്നതിനാൽ ആളപായം ഒഴിവായി. വീടിന് മുന്നിൽ നിന്ന് ആഞ്ഞിലി മരവും തെങ്ങും ഒടിഞ്ഞു വീഴുകയായിരുന്നു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു മാറ്റി. വീടിന് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. പത്തനംതിട്ട ജില്ലയിലും വലിയ രീതിയിലുള്ള മഴയാണ് അനുഭവപ്പെടുന്നത്. ജില്ലയിൽ ഈ മാസം 28 വരെ മലയോര മേഖലകളിലേക്കുള്ള രാത്രി യാത്രകൾക്കും കുട്ടവഞ്ചി ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 28 വരെ ക്വാറികളുടെ പ്രവർത്തനത്തിനും വിലക്ക് ഏർപ്പെടുത്തി. കനത്ത മഴ അനുഭവപ്പെടുന്ന സാഹചര്യത്തിലാണ് ഈ നിയന്ത്രണം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും പത്തനംതിട്ടയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ള സാഹചര്യത്തിലാണ് ഗതാഗതത്തിനുൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ജില്ലയിൽ നാളെ അതിതീവ്ര മഴയ്ക്കുള്ള ചുവപ്പ് ജാഗ്രതാ മുന്നറിയിപ്പും ഇന്നും 27-നും അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രതാ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ദുരന്ത സാധ്യതകൾ ഒഴിവാക്കുന്നതിനാണ് നിയന്ത്രണം. രാത്രി 7 മുതൽ രാവിലെ 6 മണി വരെ ജില്ലയിലെ എല്ലാ മലയോര മേഖലകളിലേക്കുമുള്ള യാത്രകൾക്കും തൊഴിലുറപ്പ് ജോലികൾ, വിനോദസഞ്ചാരത്തിനുള്ള കയാക്കിംഗ്, കുട്ടവഞ്ചി സവാരി, ബോട്ടിംഗ്, ട്രക്കിംഗ് എന്നിവ ഈ മാസം 28 വരെ നിരോധിച്ചാണ് ജില്ലാ കളക്ടർ ഉത്തരവിട്ടത്. ക്വാറികളുടെ പ്രവർത്തനവും 28 വരെ നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർ ദുരന്ത നിവാരണ നിയമപ്രകാരം ഇന്നു മുതൽ 28 വരെ ജോലിക്ക് ഹാജരാകണമെന്നും ഉത്തരവിലുണ്ട്. കൂടാതെ ജില്ലയിലെ ദുരന്ത സാധ്യതകൾ ഏറിയ 44 പ്രദേശങ്ങളിലെ ജനങ്ങളെ ആവശ്യമെങ്കിൽ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനും കളക്ടർ ഉത്തരവിട്ടു. ന്യൂസ് 18 പത്തനംതിട്ട. പാലക്കാട് പത്തിരിപ്പാലയിൽ ടൂറിസ്റ്റ് ബസിന് മുകളിലേക്ക് മരം വീണു. ആർക്കും പരുക്കില്ല. ഇന്നലെ രാത്രിയാണ് ഈ അപകടം സംഭവിച്ചത്. ബസിന് കേടുപാടുകൾ പറ്റി. ആ കോൺക്രീറ്റും ഒക്കെ പാടെ തുടങ്ങിയിട്ടുണ്ട്. കനത്ത കാറ്റിലും മഴയിലും കൊല്ലം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വൈദ്യുതി ബന്ധം തകരാറിലായി. 1 മണിക്കൂറിലേറെ വൈദ്യുതി മുടങ്ങിയത് രോഗികളെ ദുരിതത്തിലാക്കി. ആശുപത്രിയിലെ ജനറേറ്റർ പ്രവർത്തനരഹിതമായതും ദുരിതം ഇരട്ടിയാക്കി. കാഷ്വാലിറ്റിയും വാർഡുകളും അടക്കം 1 മണിക്കൂറിലേറെ ഇരുട്ടിലായിരുന്നു. ഒറ്റപ്പാലം 19-ാം മൈലിൽ മരം റോഡിലേക്ക് കടപുഴകി. 19-ാം മൈലിലെ താമരക്കുളത്തിന് സമീപത്താണ് സംഭവം. റോഡരികിൽ നിന്നിരുന്ന വലിയ മരമാണ് നിർത്തിയിട്ട് പെട്ടി ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് വീണത്. ഇതോടെ കുളപ്പുള്ളി സംസ്ഥാന പാതയിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. മൂന്നാറിൽ വീട്ടുമുറ്റത്ത് പുലിയുടെ സാന്നിധ്യം കണ്ടതോടെ തൊഴിലാളികൾ ആശങ്കയിലാണ്. ദേവികുളം മിഡിൽ ഡിവിഷനിൽ 8 മുറി ലയത്തിലാണ് ഇന്നലെ പുലർച്ചെയോടെ
വളർത്തുനായെ പുലി ആക്രമിച്ചു കൊണ്ടുപോയത്. ദേവികുളം മിഡിൽ ഡിവിഷനിലെ 8 മുറി ലയത്തിലെ രവിയുടെ വളർത്തുനായെ പുലി പിടിച്ചുകൊണ്ടു പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണിത്. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് സംഭവം നടന്നത്. ഓട്ടോറിക്ഷ ഡ്രൈവറായ രവിയുടെ ചോട്ടു എന്ന വളർത്തുനായെ കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ കാണാതാവുകയായിരുന്നു. നായ വൈകുന്നേരമായിട്ടും തിരികെ എത്താത്തതിനാൽ വീട്ടിലെ CCTV പരിശോധിച്ചപ്പോഴാണ് പുലർച്ചെ 3:45 പുലി വളർത്തുനായെ കടിച്ചെടുത്തുകൊണ്ടു പോകുന്ന ദൃശ്യങ്ങൾ കണ്ടത്. സമീപത്ത് നിരവധി കുട്ടികളും സ്കൂളും ആശുപത്രിയും ഉള്ളതാണ്. പുലിയുടെ ആക്രമണം വീട്ടുമുറ്റത്തുണ്ടായതോടെ വലിയ ആശങ്കയിലാണ് തൊഴിലാളികൾ. எங்களுக்கு ஒரு மூத்த பையன் மாதிரி அது. நாங்கள் எங்கே போனாலும் எங்கள் துணைக்கு வரும். நான் அந்த முக்குங்கிட்ட யாரும் யாருமே இவிட வந்ததில்லை. இந்த லயம் அத்தனை பேர் நாங்கள் அவ்வளோ ஸ்நேகமாக எங்களை அவ்வளோ கொண்டுட்டு போய் இறக்கும். நாங்கள் அங்கே போகும்போது சோட்டுன்னு கூப்பிடையில பட்டி வரவே இல்லை. அப்போ வரலைன்னு வந்து நான் சொன்னேன், வா அது வந்துடும் அப்படின்னு சொல்லிட்டு வீட்டில் வந்துட்டு இவர் மேஸ்திரி வீடு, அந்த லாஸ்ட் வீடு, அவர் வீட்டுக்கிட்ட இந்த கீழே படுக்கிறதுக்கு விரித்து போட்ட சாக்கு வந்து அந்த லாஸ்ட்டில் கிடக்குன்னு சொன்னோன்னே நான் அப்போ எனக்கு டவுட் வரவும் நான் கேமராவை செக் பண்ணி பார்க்கையில் கரெக்டாக 3:48க்கு புலி வந்து இதுவழி வந்து பட்டியை தூக்கிட்டு போகிறத நாங்கள் பார்த்துட்டோம். இப்போ என்னென்னு வச்சா இங்கே பள்ளிக்கூடம் இருக்குது, மேலே ஹாஸ்பிட்டல் இருக்குது, പിള്ളേർ എല്ലാം ഇതുവഴി தான் வருவாங்க. ഡിസംബറിലും സമാന രീതിയിൽ ഇവിടെ നിന്നും മറ്റൊരു നായയെ കാണാതായിട്ടുണ്ട്. മേഖലയിൽ വഴിവിളക്കുകളും ഇല്ലാത്തത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി തൊഴിലാളികൾ പറയുന്നു. ஸ்ட்ரீட் லைட் கிடையாதுங்க. லைன்ஸோட சரௌண்டிங்கை பாருங்க, மொத்தம் க்ளீன் கிடையாது, காடு அடைஞ்சு கிடக்கு. இதுதான் இங்கே உண்மையான சம்பவம். இல்லை, கவர்மெண்ட் சொன்னது மாதிரியே இது வனபூமியாக தான். ஆனால் மெயினாக வந்து ஸ்ட்ரீட் லைட் வேணும், கட்டாயம் வேணுங்க. ജനവാസ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടതോടെ തൊഴിലാളികളിൽ ആശങ്ക രൂപം കൊണ്ടിട്ടുണ്ട്. രാത്രികാലത്ത് തൊഴിലാളികൾ ഭയപ്പാടോടെയാണ് പുറത്തിറങ്ങുന്നത്. വളർത്തുമൃഗങ്ങൾക്ക് നേരെ വന്യജീവി ആക്രമണം തുടരുമോയെന്ന ആശങ്കയും ആളുകൾക്കുണ്ട്. ദിവസം കഴിയുന്തോറും തോട്ടം മേഖലയിൽ വന്യജീവി ശല്യം വർദ്ധിക്കുന്ന സ്ഥിതിയുമുണ്ട്. ഇതിനോടകം 100-ലധികം പശുക്കൾ തോട്ടം മേഖലയിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന സ്ഥിതിയുമുണ്ടായിട്ടുണ്ട്. മേഖലയിൽ വനംവകുപ്പെത്തി പരിശോധന നടത്തി. ന്യൂസ് 18 മൂന്നാർ. മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ നമ്മുടെ നാട്ടിലെ കുട്ടികൾ, നമ്മുടെ നാട്ടിലെ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഉള്ള വലിയൊരു ആശങ്ക എന്ന് പറയുന്നത് ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ കൃത്യമായ റിസൾട്ട് കൃത്യസമയത്ത് എത്തില്ല എന്നുള്ളതാണ്. ഇപ്പോൾ 1ാം സെമിസ്റ്ററിലെ എക്സാം എഴുതി അതിൻ്റെ ഒരു റിസൾട്ട് വരണമെങ്കിൽ അവർ ചിലപ്പോൾ 4ാം സെമിസ്റ്ററിലായിരിക്കും ഉണ്ടാവുക. ഏതെങ്കിലും പേപ്പർ നഷ്ടമായാൽ അത് റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 4ാം സെമിസ്റ്ററിൽ ഇരുന്ന് വേണം വീണ്ടും 1ാം സെമിസ്റ്റർ പഠിക്കാൻ. ഇനി വല്ല ഉപരിപഠനത്തിന് പോകണമെങ്കിൽ ഈ റിസൾട്ട് കാത്തിരുന്ന് ഒരുപക്ഷെ ആ ഉപരിപഠനത്തിലുള്ള അഡ്മിഷൻ പോലും കിട്ടാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവും. ഈ ഒരു ദുരിതപൂർണമായ അവസ്ഥയ്ക്ക് ഒരു പരിഹാരവുമായി എത്തിയിരിക്കുകയാണ് MG യൂണിവേഴ്സിറ്റി. മൂല്യനിർണ്ണയം പൂർത്തിയായാൽ തൊട്ടടുത്ത ദിവസം തന്നെ പരീക്ഷാഫലം ലഭ്യമാക്കാൻ MG സർവകലാശാല ഒരാശയവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. സർവകലാശാല തന്നെ വികസിപ്പിച്ച QR അധിഷ്ഠിത സാങ്കേതിക സംവിധാനം വഴിയാണ് ഫലം വേഗത്തിൽ ആക്കുന്നത്. 4 വർഷ ബിരുദത്തിലെ 2ാം സെമിസ്റ്റർ ഫലം ഇതുവഴി വിജയകരമായി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് സർവകലാശാല. പരീക്ഷ എഴുതി മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിന് വിരാമം. മൂല്യനിർണ്ണയം പൂർത്തിയാക്കിയാൽ തൊട്ടടുത്ത ദിവസം തന്നെ ഫലം പ്രസിദ്ധീകരിക്കും. MG സർവകലാശാലയാണ് വിജയകരമായ ഈ രീതി നടപ്പാക്കുന്നത്. മൂല്യനിർണ്ണയ ക്യാമ്പുകളിൽ നിന്ന് തത്സമയം വിവരങ്ങൾ സോഫ്റ്റ്വെയറിലേക്ക് QR സംവിധാനം വഴി നൽകാം. അങ്ങനെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കിയാണ് വിദ്യാർത്ഥികൾക്ക് ഗുണകരമാകുന്ന സാങ്കേതിക രീതി സർവകലാശാല നടപ്പാക്കുന്നത്. ടീച്ചേഴ്സിന് നേരിട്ട് ഒരു QR കോഡ് വഴി പരീക്ഷ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നേരിട്ട് ഗ്രേഡോ മാർക്കോ എൻട്രി ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അത് നേരെ നമ്മുടെ ഒരു ടെസ്റ്റ് മാത്രം നടത്തിയാൽ മതി. അതിലൂടെ നമുക്ക് റിസൾട്ട് ഔട്ടാക്കാൻ പറ്റും. റീവാലുവേഷൻ എന്നുള്ളത് അതിപ്പോൾ കുട്ടിക്ക് നേരെ പേപ്പർ വരെ കാണാൻ പറ്റും. റീവാലുവേഷൻ വേണമെന്ന് ചിന്തിച്ചിട്ട് മതി റീവാലുവേഷൻ. ഇതെല്ലാം ഓൺലൈനിൽ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റും. പരീക്ഷണാടിസ്ഥാനത്തിൽ 4 വർഷ ബിരുദ പ്രോഗ്രാമുകളിലെ 2ാം സെമസ്റ്റർ ഫലം പ്രസിദ്ധീകരിച്ചു.
ഇത് വിജയകരമായതോടെയാണ് എല്ലാ കോഴ്സുകളിലേക്കും പുതിയ സംവിധാനം നടപ്പാക്കുന്നത്. ലഭിച്ച മാർക്കിനൊപ്പം ഓരോ വിഷയത്തിനും വ്യക്തിഗത തലത്തിലും സ്ഥാപന തലത്തിലും സർവകലാശാല തലത്തിലുമുള്ള മികവുകളെ തരംതിരിച്ചാണ് മാർക്ക് ഷീറ്റ് ഉണ്ടാകുക. കോളേജിൽ വാല്യുവേഷൻ നടക്കണമെന്ന് തന്നെ മാർക്ക് അവിടെ ടീച്ചേഴ്സ് എൻ്റർ ചെയ്യുകയും ആ മാർക്ക് ചീഫ് അന്ന് തന്നെ വൈകിട്ടുള്ളിൽ വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം അത് ഇൻടേക്ക് ചെയ്യുകയാണ് ചെയ്യണം. സ്വാഭാവികമായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് റിസൾട്ട് വിടാൻ പറ്റും എന്നുള്ളതാണ് ഈ ഓട്ടോമേറ്റഡ് സിസ്റ്റം കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ലാഭം. 6th സെമസ്റ്ററിന്റെ റിസൾട്ട് വിട്ടിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. അതിനിടക്ക് തന്നെ നമുക്ക് നെക്സ്റ്റ് സെമിന്റെ റിസൾട്ട് വിടാൻ കഴിഞ്ഞത് ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ്. ഫലപ്രഖ്യാപനം വേഗത്തിലാക്കുന്നത് മാത്രമല്ല, ചിലവ് കുറയ്ക്കാനും പുതിയ രീതി ഉപകരിക്കുമെന്നാണ് സർവകലാശാലയുടെ വിലയിരുത്തൽ. സർവകലാശാലയിലെ തന്നെ സ്കൂൾ ഓഫ് കമ്പ്യൂട്ടർ സയൻസിലെ പ്രൊജക്ട് ടീമാണ് പുതിയ സോഫ്റ്റ്വെയർ തയ്യാറാക്കിയത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. ഇടുക്കി പന്നിയാർ മിനി പവർ ഹൌസിന്റെ ഭാഗമായ ചെക്ക് ഡാം ആകെ മണ്ണും മണലും നിറഞ്ഞ അവസ്ഥയിലാണ്. മഹാപ്രളയത്തിൽ തകർന്ന പവർ ഹൌസിൽ പൂർണ്ണതോതിൽ വൈദ്യുതി ഉൽപാദനം പുനരാരംഭിക്കാനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 35 മെഗാവാട്ടിന്റെ പദ്ധതിയിൽ നിലവിൽ ഉൽപ്പാദിപ്പിക്കുന്നത് 5 മെഗാവാട്ട് മാത്രമാണ്. 2016 പന്നിയാർ മിനി വൈദ്യുതി പദ്ധതി പ്രവർത്തനം തുടങ്ങിയത്. എന്നാൽ മഹാപ്രളയത്തിൽ കുത്തിയൊലിച്ചെത്തിയ വെള്ളം പവർ ഹൌസിന് കേടുപാടുകൾ വരുത്തി. ഇതോടെ വൈദ്യുതി ഉൽപാദനം പൂർണ്ണമായും നിലച്ചു. പിന്നീട് 4 കോടി മുടക്കി അറ്റകുറ്റപ്പണികൾ നടത്തി വൈദ്യുതി ഉൽപാദനം ആരംഭിച്ചെങ്കിലും 5 മെഗാവാട്ട് മാത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 35 മെഗാവാട്ടിന്റെ പദ്ധതിയാണിത്. പവർ ഹൌസ് പ്രവർത്തനം പൂർണ്ണതോതിൽ പുനരാരംഭിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഈ മേഖലയിലെ വൈദ്യുതി ഉൽപാദനത്തിന് വളരെ പോരായ്മകളുണ്ട്. നമുക്കറിയാമല്ലോ, വൈദ്യുതിക്ക് വലിയ ചാർജ് കൊടുത്ത് നമ്മൾ വാങ്ങുന്നു. ഇതുപോലുള്ള സംവിധാനങ്ങൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാതായിട്ട് എത്ര വർഷമായി? ഇത് ഉദ്യോഗസ്ഥന്മാരുടെ കെടുകാര്യസ്ഥതയാണ്. സർക്കാർ നയങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഉദ്യോഗസ്ഥന്മാർ ഗുരുതരമായ വീഴ്ചയാണ്. ആ വീഴ്ച പരിഹരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് വൈദ്യുതി പൂർണ്ണമായിട്ട് ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ട നടപടി സ്വീകരിക്കും. പ്രളയത്തിൽ ഒഴുകിയെത്തിയ മണ്ണും ചെളിയും നീക്കം ചെയ്യാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് 18 ഇടുക്കി. രാജ്യത്തെ ആദ്യ വൈജ്ഞാനിക മണ്ഡലമാവാൻ ഒരുങ്ങുകയാണ് നമ്മുടെ പാലക്കാട്ടെ പട്ടാമ്പി. ഇതിന്റെ ഭാഗമായി ഗ്രാമീണ വായനശാലകളെ ജനകീയ സർവകലാശാലകളാക്കുന്ന പദ്ധതിക്കും തുടക്കമായി. പട്ടാമ്പിയെ രാജ്യത്തെ ആദ്യ വൈജ്ഞാനിക മണ്ഡലമാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ തുടരുകയാണ്. മുഹമ്മദ് മുഹസിൻ MLA യുടെ നേതൃത്വത്തിലാണ് പദ്ധതി. ആദ്യഘട്ടത്തിൽ ഗ്രാമീണ വായനശാലകളെ ജനകീയ പഠന കേന്ദ്രങ്ങളാക്കി മാറ്റും. ഏതൊരാളും എന്തെങ്കിലും എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക എന്ന മഹത്തായ നൂതന പദ്ധതിയാണ് ലേണിംഗ് കോൺസ്റ്റിറ്റ്യുവൻസി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിന്റെ ഭാഗമായി തിരഞ്ഞെടുത്ത 30ഓളം വായനശാലകൾക്ക് MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച പുസ്തകങ്ങൾ വിതരണം ചെയ്തു. എഡ്യൂക്കേഷൻ എന്ന വാക്ക് തന്നെ ഇന്ന് പോളിസിയിൽ നിന്ന് ലൈഫ് ലോങ് ലേണിംഗ് എന്ന വാക്കിലേക്ക് മാറിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പല ചർച്ചകളും നടക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം സത്യമാണ്, പുതിയ കാര്യങ്ങൾ നിരന്തരമായി പഠിച്ചുകൊണ്ടിരുന്നാൽ മാത്രമാണ് നമുക്ക് ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുള്ളൂ. 3 ലക്ഷം രൂപയുടെ പുസ്തകങ്ങളാണ് വിതരണം ചെയ്തത്. തുടക്കത്തിൽ 4 ലൈബ്രറി കെട്ടിടങ്ങൾ നവീകരിക്കുകയും 51 ലൈബ്രറികൾക്ക് പുസ്തകങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. വായനശാലകളെ പൊതുജനങ്ങളുടെ അഭിരുചിക്കും ആഗ്രഹത്തിനുമൊത്ത ലേണിംഗ് സെന്ററുകളാക്കി മാറ്റുകയാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഗ്രാമീണ ജനതയുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഗ്രാമീണ വായനശാലകൾക്ക് പദ്ധതിയിൽ സുപ്രധാന പങ്ക് വഹിക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് 18 പട്ടാമ്പി. ഇനി നന്മയുള്ളൊരു വാർത്തയിലേക്കാണ്. പുതിയ അധ്യയന വർഷത്തിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് കരുതൽ ഒരുക്കുകയാണ് ഇടുക്കി പെരുവന്താനം ജനമൈത്രി പോലീസ്. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ ശേഖരിക്കാൻ കരുതൽ പദ്ധതി നടപ്പാക്കുകയാണ് ഇവർ. നന്മ നിറഞ്ഞ മനസ്സുകൾക്ക് പെരുവന്താനം പോലീസുമായി കൈകോർക്കാം. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹായമെത്തിക്കാം. ഇതാണ് കരുതൽ പദ്ധതി. 1000 നോട്ട് ബുക്കുകൾ ഉൾപ്പെടെയുള്ള പഠനോപകരണങ്ങൾ ശേഖരിക്കാനാണ് ജനമൈത്രി പോലീസിന്റെ ശ്രമം. പൊതുജനങ്ങൾ, സംഘടനകൾ, സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് നോട്ട് ബുക്കുകൾ ഉൾപ്പെടെയുള്ളവ ശേഖരിക്കാനായി പോലീസ് സ്റ്റേഷന് മുന്നിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. നമ്മൾ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടും മറ്റും സ്കൂളുകൾ വിസിറ്റ് ചെയ്യുമ്പോൾ പഠനാവശ്യങ്ങൾക്കായിട്ട് ബുദ്ധിമുട്ടുന്ന കുറേ കുട്ടികളുണ്ടെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം സ്കൂൾ തുറക്കുമ്പോൾ ജനമൈത്രിയായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾക്ക് പ്രയോജനപ്രദമായ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് ഞങ്ങൾ പെരുവന്താനം പോലീസ് സ്റ്റേഷനിലെ എല്ലാ ഉദ്യോഗസ്ഥരും കൂട്ടായി ചേർന്നെടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ആവിഷ്കരിച്ച
ഒരു പദ്ധതിയാണ് കരുതൽ. അതിൽ ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്ക് ആവശ്യമായ ബുക്കുകൾ, പഠന സാമഗ്രികൾ തുടങ്ങിയവ ഇഷ്ടമുള്ളവർക്ക് സംഭാവനയായിട്ട് അതിൽ വയ്ക്കാം. സ്കൂൾ തുറക്കുമ്പോൾ അർഹരായ കുട്ടികളെ കണ്ടെത്തി അവർക്ക് വിതരണം ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളും നന്നായിട്ട് പ്രതികരിക്കുന്നുണ്ട്. നമുക്ക് നല്ല രീതിയിൽ സാധനങ്ങൾ അതിൽ കിട്ടുന്നുണ്ട്. 1000 ബുക്കുകൾ ശേഖരിച്ച ശേഷം അധ്യാപകരുടെ സഹകരണത്തോടെ അർഹരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി സഹായം കൈമാറുവാനാണ് ലക്ഷ്യം. നിയമപാലനത്തിനൊപ്പം വിദ്യാർത്ഥികൾക്ക് കരുതലും ഒരുക്കുന്ന പെരുവന്താനം ജനമൈത്രി പോലീസ് വേറിട്ട മാതൃകയാവുകയാണ്. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി കള്ളിമാലി വ്യൂ പോയിന്റ് ടൂറിസം വികസന പദ്ധതി അനിശ്ചിതത്വത്തിൽ. കരാർ കാലാവധി കഴിഞ്ഞിട്ടും നിർമ്മാണം തുടങ്ങാത്തതാണ് പ്രതിസന്ധി. പദ്ധതി മുടങ്ങിയെങ്കിലും കരാർ കമ്പനിക്ക് നൽകിയ അഡ്വാൻസ് തുക പോലും തിരികെ വാങ്ങാനും നടപടിയുണ്ടായില്ല. രാജാക്കാട് കള്ളിമാലി വ്യൂ പോയിന്റിൽ സുരക്ഷാ ക്രമീകരണങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുന്നതിനായി 2012 1,18 ലക്ഷം രൂപയുടെ വികസന പദ്ധതി പ്രഖ്യാപിച്ചത്. ആദ്യഘട്ടമായി 50 ലക്ഷം രൂപയുടെ നിർമ്മാണമായിരുന്നു വിഭാവനം ചെയ്തത്. കരാർ പ്രകാരം 12.5 ലക്ഷം രൂപ അഡ്വാൻസായി കരാർ കമ്പനി കൈപ്പറ്റുകയും ചെയ്തു. നിർമ്മാണ ഉദ്ഘാടനവും നടത്തി. പിന്നീട് തുടർ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായില്ല. ചെറിയ വഴി നിർമ്മിച്ചത് മാത്രമാണ് ആകെയുള്ള നിർമ്മാണം. കരാർ കാലാവധി കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടിട്ടും പദ്ധതി പുനരാരംഭിക്കുന്നതിനോ കരാർ കമ്പനിക്ക് നൽകിയ തുക തിരികെ വാങ്ങുന്നതിനോ DTPC ഇടപെട്ടിട്ടില്ല. ഈ കരാറുകാരന്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരും കരാറുകാരനും തമ്മിലുള്ള ഒത്തുകളിയാണോ എന്നുള്ളൊരു സംശയമുണ്ട്. ഈ പൈസ അടിയന്തരമായി മേടിക്കുകയോ അല്ലെങ്കിൽ ടൂറിസം പദ്ധതിയുള്ള ഡെവലപ്മെന്റുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പദ്ധതി നടപ്പാക്കുന്നതിന് ആവശ്യമായ സ്ഥലമില്ലെന്നാണ് അധികൃതരുടെ വിശദീകരണം. എന്നാൽ സ്ഥലം വിട്ടു നൽകുന്നതിന് നാട്ടുകാരടക്കം മുന്നോട്ട് വന്നിട്ടും പദ്ധതി അട്ടിമറിക്കാനാണ് ചിലർ ശ്രമം നടത്തുന്നതെന്നാണ് ഉയരുന്ന ആരോപണം. അതേസമയം പദ്ധതി നടപ്പിലാക്കാതെ ലക്ഷങ്ങൾ തട്ടിയെടുക്കാൻ കരാർ കമ്പനിക്ക് DTPC ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നുവെന്നും ആരോപണമുണ്ട്. കള്ളിമാലി വ്യൂ പോയിന്റ് പദ്ധതിയിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. അപ്പോൾ നമ്മൾ ഇനി ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി വേഗം മടങ്ങിയെത്താം.